ഈ പ്രഭാകർ മാസ്റ്ററുടെ കർണാട്ടിക് പഠിക്കാൻ ബുക്കൊക്കെ അകത്തൊക്കെ വെച്ചിട്ട് ആരും കാണാണ്ടാ പോകുന്നത്. പ്രാക്ടീസ് ചെയ്യണ വീടിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് രാത്രി സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മളത്തേക്ക് ഒച്ച കേട്ട് ഓടി വരും. ഓടിട്ട് കറിയോ ഉറക്കെ തുറന്ന് പാടി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും. അപ്പം ആരും കേൾക്കാൻ മോളിൽ പോകണം. പക്ഷെ മോളിൽ നിന്ന് ശബ്ദം താഴ്ത്തി കേൾക്കും. ആൾക്കിപ്പോൾ എന്താ കാണിക്കണം എന്നെങ്കിൽ മറ്റു പാടും. അസർമുല്ലപ്പൂവേ അഴകിൻ നിലാവേ ഇതാ നിന്റെ തോഴൻ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. MC ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വൈറൽ സോങ് ആയ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി എന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത പിന്നെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച KA ലത്തീഫാണ്. അപ്പോൾ ലത്തീഫിക്കാന് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ലത്തീഫിക്ക. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയത് ഇപ്പോൾ ഒരു വർക്ക് സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈറ്റ് ഗസൽ പ്രണയ ആൽബം ഇത് കഴിഞ്ഞപ്പോൾ റിലീസാൻ തയ്യാറായിരിക്കുന്നു. പിന്നെ ഒരു ചാമ്പിക്കോ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സിനിമയുടെ അതിന്റെ ഒരു പാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ പുതിയ വിശേഷങ്ങൾ. ലത്തീഫിക്കാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളികൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പാട്ട് പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി മിതാദ ആൽബത്തിന് വേണ്ടിയിട്ട് തലവര മാറ്റിയ ഒരു പാട്ടാണ്. അതെ അതെ. അതിന്റെ കമ്പോസിംഗ് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും പ്രത്യേകിച്ച് പിക്ചറൈസേഷൻ, എന്താ പറയാ, ഒരു തലേ ദിവസത്തെ കല്യാണം വീടിന്റെ തലേ ദിവസത്തെ ആ ഒരു മാപ്പിളപ്പാട്ടിലെ ആദ്യത്തെ ആൽബം വരുന്നു ഈസ്റ്റ് കോസ്റ്റ് ഒരു സംരംഭം തുടങ്ങുന്ന അതിലൂടെയാണ്. നമുക്ക് ആ കല്യാണ വീട്ടിലോട്ടൊന്ന് പതുക്കെ പോയി ആ ഒരു അനുഭവങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് തീർച്ചയായിട്ടും. ശരിക്കും ആ പാട്ട് ഉണ്ടാകാനുള്ള വേറൊരു പ്രചോദനം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് പ്രൊജക്ട് തുടങ്ങുന്ന മുമ്പ് ഈ പാൽനില പുഞ്ചിരിക്ക് ഒരു പ്രചോദനം ആയതെന്ന് വെച്ചാൽ ഒരു ജ്യേഷ്ഠന്റെ മോള് കോളേജ് പഠിക്കുമ്പോൾ അവളുടെ ഒരു ആഫിയ എന്നാ. അപ്പൊ അവളുടെ കൂട്ടുകാരി അവൾക്ക് വേണ്ടി കൊടുത്തപ്പോൾ അതിന്റെ എല്ലാം ഇങ്ങനെ പറയുമ്പോ ആഫിയ അപ്പൊ ആ ലിറിക്സിന്റെ മീറ്റർ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനത് കമ്പോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വീട്ടിൽ കേൾപ്പിങ്ങൾക്ക് നല്ല രസമുണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ആൽബം ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടൂണ് എഴുതി OM കരുവരെ കൊണ്ടാണ്. അപ്പൊ അദ്ദേഹമാണ് പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അത് പിന്നല്ല ചരിത്രം അറിയാലോ. അപ്പൊ അതോടുകൂടി പിന്നെ കുറെ നാള് ഒരു ആൽബം ഫീൽഡിൽ എങ്ങനെ ഇസ്വോസിന്റെ പിന്നെ മനോരമയുടെ അങ്ങനെ കുറെ കമ്പനികൾക്ക് വേണ്ടിട്ട് മാർക്കോസെട്ടല്ല മറ്റേ മാപ്പിളപ്പാട്ടിലെ ആദ്യത്തെ ആൽബമാണ്. അഫ്സല് ആൽബത്തില് പാടുന്നതാണ് ഫസ്റ്റ്. അഫ്സല് അങ്ങനെ കുറെ പേരൊക്കെ ആദ്യത്തെ ആൽബം അതാണ് മിതാദിന്റെ ആൽബത്തില്. രഹന ഈ പാട്ട് പാടിയത് മാർക്കോസേട്ടനും രഹനയും കൂടിയിട്ടല്ലേ? അതെ, മാർക്കോസിന്റെ. ഈ പാട്ടിലോട്ട് എങ്ങനെയാണ് വന്നത്? പ്രത്യേകിച്ച് ഈ മാപ്പിള പാട്ടുകളിലോട്ടുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? പാട്ട് ചെറുപ്പം മുതൽ തന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തരം പാട്ടും കേൾക്കും. ഇങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറി ഒന്നുമില്ല. പിന്നെ വീട്ടില് പ്രത്യേകിച്ച് കലാകാരന്മാരോ പാട്ടുകാരെന്നില്ലെങ്കിലും പക്ഷെ എല്ലാവരും ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളൊരു റിലീജിയസ് ഫാമിലിയാ ഉണ്ടും ഇത്തരം കാര്യങ്ങളിലൊന്നും ആരുമില്ല. പക്ഷെ എന്റെ ഉള്ളിൽ ഇത് ഭയങ്കര അഭിനിവേശമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 8th കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പാട്ടുകള് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്ന സമ്മതിക്കണം, ഇത്ര നല്ല പാട്ടുകൾ ഇത് എങ്ങനെ ഉണ്ടാകുന്നു. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ പാട്ടുപുസ്തകമുണ്ട്. നിരന്തരം ഇറങ്ങുന്ന പുതിയ സിനിമയിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വാങ്ങിക്കും. എന്നിട്ട് അതിന് ഞാൻ എന്റെ ഒരു ടൂണുകളിട്ടൊക്കെ തനി തന്നെ അന്ന് പോലെ അതിന് നമ്മൾ വേറെ ടൂണ് ഞാനിടും. അത് 8th മുതൽ എനിക്ക് ഓർമ്മ. 8th മുതൽ പഠിക്കുമ്പോൾ സമയം അത്. പിന്നെ അതിനുശേഷം 10th കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി സീരിയസ് ആയി. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാല് വീട്ടിലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ അനുഭവം വെച്ചാല് നമ്മളെ നാട്ടിലേക്കുള്ള ഇതുപോട്ട് വിട്ട ഭാഗവതരൊക്കെ വളരെ ദാരിദ്ര്യത്തിലാണ്. അപ്പൊ വീട്ടിലെ നിരുത്സാഹപ്പെടുത്തും. ഇതൊക്കെയാണ് അവർ ജീവിതം, ഇതിനൊന്നും തിരിയണ്ട എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ പറഞ്ഞാല് ഇന്നത്തെ പോലെ ഒരു വാണിജ്യപരമായിട്ടുള്ള ക്ലാസ്സുകളൊന്നും അല്ല. അവരെന്തേലും കൊടുത്താൽ സ്വീകരിക്കും ദക്ഷിണ പോലെ അങ്ങനെ കഴിയുന്നവരാ. അപ്പൊ നമ്മളോടുള്ള ചില ശരിയാണ്. പക്ഷെ നമുക്കിതൊന്നും വിഷയമല്ല. എന്റെ ഉള്ളിൽ ഇങ്ങനെ സീരിയസ് ആണ്.
അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പോകുമ്പോഴും പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ എന്തെങ്കിലും ചിന്തിക്കണം. ഒന്നെങ്കിൽ വീട്ടുകാരോടൊപ്പം തന്നെ, അതായത് വീട്ടിൽ ചെമ്മീൻ പീലിയും കമ്പനി നടത്തുന്നവരാണ് വീട്ടിൽ, അത് സ്വാഭാവികമായിട്ട് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ പഠിച്ച് എന്തെങ്കിലും ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് പറഞ്ഞു. പക്ഷെ എനിക്കിതൊന്നും ആയിരുന്നില്ല, പാട്ടായിരുന്നു. അപ്പം ഞാനിത് നമ്മളെ ഏറ്റവും അടുത്ത് ഉള്ളൊരു വലിയൊരു മഹാ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അർജുനൻ മാഷാണ്, എം കെ അർജുനൻ മാഷാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അഡ്വൈസ് ചെയ്തത്. അപ്പം എന്നോട് വെച്ച് എന്തെങ്കിലും ചെയ്തിട്ട് എന്താ തോന്നുന്നത്, ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, അപ്പോൾ ഏതെങ്കിലും പാട്ടുകൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ അന്നൊരു മാഗസിനിൽ വന്ന 2 പാട്ടെടുത്ത് ഞാനിങ്ങനെ ട്യൂൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പാടിക്കേൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അത് പാടിക്കേട്ട് പറഞ്ഞു, ഓക്കെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾ രാഗത്തെക്കുറിച്ച് നമ്മൾ വല്ല രാഗം എനിക്കൊന്നും അറിയില്ല, ഞാൻ ചുമ്മാ കമ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നും അറിയാണ്ട് കമ്പോസ് വെച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കർണാടക സംഗീതമോ ഹിന്ദുസ്ഥാൻ സംഗീതം പഠിക്കണം, ഒപ്പം തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റും പഠിക്കണം. അതായിരിക്കും ഇത് നല്ലത്, നിങ്ങൾക്ക് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ. അത് പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ഞാൻ അവിടെ ഒരു തുറവൂർ പ്രഭാകരൻ മാഷുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള, അദ്ദേഹത്തിന് കർണാടകത്തിൻ്റെ ബാലപാഠ സംഗീതമായിട്ട് അവിടെ നിന്ന് തുടങ്ങി. അതിന് അടുത്ത് തന്നെ പിന്നെ കലാഭവനിൽ വന്നിട്ട് പിയാനോ പഠിക്കാൻ ചേർന്നു. അത് ഷെരീഫ് മാഷായിരുന്നു ഗുരു. പിന്നെ അദ്ദേഹം ഫോർട്ട് കൊച്ചി ഇസ്ക്രയിലേക്ക് വന്ന് അവിടെ നിന്ന് കണ്ടിന്യൂസ് ചെയ്ത് അങ്ങനെയാണ് സംഗീത പഠനം തുടങ്ങി സീരിയസ് ആയിട്ട് പോകുന്നത്. അപ്പൊ വീട്ടിലേക്ക് ആദ്യമൊക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു, പിന്നെ അവർക്ക് മനസ്സിലായി പ്രീ ഡിഗ്രി സമയത്ത് തന്നെ ആ സംഭവം തുടങ്ങി. പിന്നെ ഇതിലേക്ക് എൻ്റെ മ്യൂസിക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നാള് നടന്നു. പിന്നെ എൻ്റെ ലക്ഷ്യം ചെന്നൈയിലേക്ക് പോവുക, പട്ടിണി നടന്ന് ത്യാഗം സഹിച്ച് വലിയൊരു സംഗീത സ്ഥാനം പറഞ്ഞ ആഗ്രഹം. ഞാനപ്പോ 50 രൂപ തീരുമാനം എടുത്തു കഴിഞ്ഞു. വീട്ടിലൊക്കെ എതിർപ്പുണ്ടെങ്കിലും അവര് വിചാരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭ്രാന്ത് കഴിയുന്ന വിചാരിച്ചത്. പിന്നെ അതെ അതെ അതെ. അപ്പൊ അതിനുശേഷം പിന്നെ ഏർലി മാരീഡായി. കാരണം എന്ന് വെച്ചാല് മാമയുടെ മോളെ തന്നെ കല്യാണം കഴിച്ചത്, ജബീന എന്നാണ് പേര്. അപ്പൊ ഈ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കമ്മിറ്റ്മെന്റ് ആയി. അപ്പൊ എന്റെ ലക്ഷ്യങ്ങൾ കുറച്ചൊന്ന് കുറക്കേണ്ടിരുന്നു. കാരണം എനിക്ക് മാറി അങ്ങനെ ചെന്നൈ പോയി നിൽക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ് ആയി, വൈഫിനോട്, പിന്നെ കുട്ടിയായി, കമ്മിറ്റ്മെന്റ് ആയി, ഒരു ഫാമിലി കമ്മിറ്റ്മെന്റ് വന്ന് അങ്ങനെ ചെന്നൈയിലെ മോഹം ഉപേക്ഷിച്ച് പിന്നെ ഇവിടെ തന്നെ ചെയ്യാനുള്ള ശ്രമം. അപ്പൊ അന്നൊക്കെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇപ്പോഴത്തെ പോലത്തെ ഒരു അവസരമൊന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഒന്നും ഇല്ല. നമുക്ക് ഒരു കാസറ്റ് ഇറങ്ങണമെങ്കിലൊക്കെ ഒരുപാട് തരണം ചെയ്യണം. നമുക്ക് കുറെ സ്ഥലത്തേക്ക് നമ്മൾ ചെന്ന് സംസാരിക്കും. അന്നത്തേക്ക് എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ് ഉണ്ട്, വലിയ വലിയ സിംഗേഴ്സ്, അങ്ങനെയുള്ള ലിറിക്സ് റൈറ്റേഴ്സ് എല്ലാം ഒക്കെ അങ്ങനെയുള്ള, എന്നാലേ അവർക്ക് ബിസിനസ് നടക്കുള്ളൂ. അന്ന് കാസറ്റ് ഒക്കെ ഉള്ള സമയമല്ല. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇന്നിപ്പോൾ ആർക്ക് എപ്പോൾ വേണമെങ്കിലും സോഷ്യൽ മീഡിയ വഴി രംഗത്തേക്ക് വരാം. അതാണ് അന്നൊന്നും കാലത്തിൽ വ്യത്യാസത. അപ്പൊ അങ്ങനെ ഒരു കുറച്ചാൾ അങ്ങനെ പോയി, രക്ഷയില്ല. പക്ഷെ അവസാനം നമ്മുടെ ഒരു കണ്ടുമുട്ടൽ സിജു തുറവൂരുമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയായിരുന്നു. സിജു തുറവൂർ ഞങ്ങൾ ഇതുപോലെ വേറൊരു അക്കാഡമിയിൽ വീണ്ടും അവിടെ മ്യൂസിക് പഠിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ ഒരു പേഴ്സണൽ ടോക്കിലാണ് സിജുവിനെ എഴുതണം, അദ്ദേഹത്തിന്റെ ബാഗിൽ കുറെ എഴുതിയ ലിറിക്സ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് നമുക്കൊരു വർക്ക് ചെയ്താലോ, എങ്ങനെ ചെയ്യും, പ്രൊഡ്യൂസർ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് വല്ല FM ചെറിയ പാട്ട് ചെയ്യാം, അതൊന്നും വലിയ പൈസ ഉണ്ടാവില്ല. അങ്ങനെ FM വേണ്ടിയിട്ടാണ് ആദ്യം ഒരു പ്രിയാന്റെ രാഗം എന്നും പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് തുടങ്ങണം. അത് തുടങ്ങി. പിന്നെ അതൊരു ആൽബമായിട്ട് മാറി. കാരണം സിജുവിന്റെ തന്നെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ചെയ്ത ആദ്യം 2 പാട്ട് ചെയ്തപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളൊരു ഫുൾ അന്നൊരു 8, 10 പാട്ട് 12 പാട്ട് വരെയൊക്കെ ഒരു കാസറ്റിൽ വരണം. അങ്ങനെ ഫുൾ സോങ് ചെയ്ത് വേറൊരാളെ കൂടി, ഞാൻ പാട്ട് പുള്ളിക്കാരൻ കൂടിയാണ് ചെയ്തത് പാട്ടുകൾ. അതിലിപ്പോ നമ്മള് മധുബാലകൃഷ്ണൻ, വേണുഗോപാല്, രാധിക തിലക്, അങ്ങനെ കുറെ സിംഗേഴ്സ് ഉണ്ട്. അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ വരുന്ന സമയത്താണ്, മധുബാലകൃഷ്ണനൊക്കെ വരുന്ന ആ സമയത്താണ്, 98, 99. അതിനുശേഷം തുടങ്ങി നമ്മള് ഒരു ഔദ്യോഗികമായിട്ട് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു. പാട്ടിലല്ലായിരുന്നു, കമ്പോസിംഗിലാണ് കൂടുതലും ഇൻട്രസ്റ്റ്. കമ്പോസിംഗിലായിരുന്നു. അത്യാവശ്യം പാടും, പക്ഷെ അത് നമ്മളെ പഠിപ്പിച്ച മാഷ് പറയാറ് നിങ്ങളെ ശബ്ദം കൊള്ളാം, നിങ്ങൾ പാട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എനിക്ക് അതൊന്നും അല്ല സംഭവം, എനിക്ക് കമ്പോസിംഗ് തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു വർഷം ഗ്യാപ്പ് ഇട്ട ശേഷമാണ് മറ്റേ ആൽബം അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിനുശേഷം പിന്നെ നമ്മളെ ഈ ഇദ്ദേഹത്തിന്റെ ആ ചെയ്ത പ്രൊഡ്യൂസറിന്റെ ഈ വർക്ക് അദ്ദേഹം തന്നെ മാർക്കറ്റ് ചെയ്യാൻ ഒരു കമ്പനി രൂപീകരിച്ചു, AMG ഓഡിയോസ് എന്ന് പറഞ്ഞു.
അപ്പോൾ ലത്തീഫ് ഫ്രീ ആണെങ്കിൽ ഇതിന്റെ ഇൻചാർജ് എടുക്കും മാർക്കറ്റിംഗ്. അങ്ങനെ ഞാൻ അതിന്റെ മാർക്കറ്റിംഗിൽ ഒരു വർഷം ഇരുന്ന് പുള്ളി വേറെ വർക്കൊക്കെ എടുത്ത് ചെയ്തപ്പോഴത്തേക്ക് ഞാനിതിങ്ങനെ ഓൾ കേരള ഇങ്ങനെ എല്ലാ ഓഡിയോ കാസറ്റ് ഷോപ്പിലൊക്കെ ഞാൻ പോകുമായിരുന്നു ഇതിന്റെ ക്യാഷ് കളക്ട് ചെയ്യാനും മാർക്കറ്റിംഗ് ഒക്കെ. കാരണം നമുക്ക് ഇതിൽ തന്നെ നിൽക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് എനിക്കിതിൽ ചില ഐഡിയ കിട്ടുമെന്ന് വെച്ചാൽ അന്ന് ആ സമയത്ത് മാപ്പിളപ്പാട്ട് ചെയ്താൽ 100% ഗ്യാരണ്ടി ഉണ്ട്. കാരണം വെച്ചാൽ ഗൾഫ് റേറ്റ് കിട്ടും. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലൊരു തോട്ട് വന്നു, ഞാൻ തന്നെ അവിടെ ചെയ്താലെന്ന് ആലോചിച്ച്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് അന്ന് കയ്യിൽ പൈസ ഇല്ല. നമ്മളൊരു എൻ്റെ ഫ്രണ്ടിന്റെ ഒരു വിജയ ബാങ്കിലെ ഒരു മാനേജർ വഴി ഒരു ലോണൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ അതിന്റെ മാർക്കറ്റിംഗ് സംസാരിക്കുന്ന സമയത്താണ് ഈസ്റ്റ് കോസ്റ്റിന്റെ വർക്ക് ചെയ്യുന്ന രാജേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം വന്നിട്ട്, സാർ ഇങ്ങനെ ഒരു ഫ്രഷ് സോങ് നോക്കുന്നുണ്ട്, ഈ പാട്ട് കേട്ട് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം അത് കേട്ടു. അദ്ദേഹത്തിന് അത് ഞാൻ റൈറ്റ്സ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അത് വരുന്നത്. അപ്പൊ നോർമലി ആൽബം റിലീസ് ആയിട്ടൊന്നും നല്ല റെസ്പോൺസ് ഒന്നും ഇല്ല. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ പാട്ട് വിഷലാൻ പോവാണ് സാർ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പോകുന്നൊക്കെയാന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം. പക്ഷെ അത് വേറൊരു ചരിത്ര സംഭവമായിട്ട് മാറി. കാരണം അന്ന് ശരിക്കും പറഞ്ഞാൽ 3 ചാനലേ ഉള്ളൂ, ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി. ഇതിൽ ഏത് പ്രോഗ്രാമിന്റെ ഗ്യാപ്പിലും 2-3 മിനിറ്റ് കിട്ടിയാൽ ഈ പാട്ടുകളാണ്. പിന്നെ അത് പിന്നെ ഭയങ്കര ഹിറ്റായി. പിന്നെ തുടർന്ന് അവരെ തന്നെ വർക്കുകൾ കുറെ നാള്, ഒരു 4-5 വർഷം അവർക്ക് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്തത്, കുറെ സീരിയസ് ആയിട്ട്. അതിലെ പാട്ടുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും ടോപ്പിൽ പാൽനില പുഞ്ചിരി. പാൽനില പുഞ്ചിരി ഇപ്പോഴും റീൽസായിട്ടും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടല്ലേ. പെട്ടെന്ന് ആർക്കും അത് മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും 25 വർഷമായി. 25 വർഷമായില്ലേ? ഓ ശരിയാ. അപ്പൊ ഇപ്പോഴും ആ പാട്ട് തന്നെയാണ് എന്റെ പാട്ടിൽ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പാൽനില പുഞ്ചിരി. പക്ഷെ ഒരുപാട് പാട്ട് സീരിയസ് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ പുലരിപ്പുഞ്ചിരി എന്ന് പറഞ്ഞാൽ പുലരിപ്പുഞ്ചിരിയാൽ അത് അതിന്റെ പിടിച്ച് ചവിട് പിടിച്ചിട്ട് അടുത്ത പാട്ട് ചെയ്ത. പിന്നെ മാസ്കോട്ട് രാജത്തലൂടെ അസർമുല്ലപ്പൂവേ അഴകിൻ നിലാവേ ഇതാ നിന്റെ തോഴൻ വരുന്ന, അങ്ങനെ ആ പാട്ട്. പിന്നെ ഫേമസ് ആയിട്ടുള്ള പാട്ട് നമ്മുടെ പ്രവാസിൽ ഹിറ്റാക്കിയ ഒരു പാട്ടുണ്ട്, അറബ് പറയണ നാട്ടിലാണെനിക്ക് ജോലി, അകലെ മാമല നാട്ടിലാണൻ മുത്തുബീവി. ഇങ്ങനെ കുറെ പാട്ടുകളുണ്ട്. അതിന്റെ പാട്ടുകൾ പറയുമ്പോഴത്തേക്ക് എണ്ണവറ്റ പാട്ടുണ്ട്. പിന്നെ ഒരു താരാട്ട് പാട്ടുണ്ടായിരുന്നു, കരളിൻ പൊലിവേ ഉറങ്ങു എന്റെ കൽക്കണ്ട കനിയേ ഉറങ്ങു. ഇതെല്ലാം സ്ഥിരപ്പോണാണ്. മാത്രമല്ല അതിൽ ഇപ്പോഴും എനിക്കൊരു ഇൻകം ഉണ്ട്. IPRs എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ട്. ഇപ്പൊ ഈ പാട്ടുകൾ ധാരാളമായിട്ട് പോണുണ്ട്. മിക്ക 2 ദിവസം മുളത്തേക്ക് കഞ്ഞി കുടിക്കാനുള്ള കാശൊക്കെ കിട്ടുന്നുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ ലിറിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് തോന്നുന്നത്. കാരണം ഒരു കഥ പറഞ്ഞു പോണ ഒരു ഫീലാണ് അല്ലെ മാപ്പിളപ്പാട്ടുകൾക്ക്. ഇപ്പൊ ഒരു ബാപ്പ മോന്റെ അടുത്ത് പറയണ പോലെ ബാപ്പയും ഉപ്പിയും തമ്മിലൊരു കോൺവെർസേഷൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ അറബ് ആ പാട്ടൊക്കെ ശരിക്കും ഒരു കഥ. ഇത് കൂടുതൽ OM കരുവാരെ കൊണ്ടാണ്. പക്ഷെ ഞാൻ ശരിക്കും ഈ പാട്ട് ചേരുന്നപ്പോഴത്തേക്ക് അന്നത്തെ 2 ടോപ്പ് മാപ്പിളപ്പാട്ടിലെ രചയിതാക്കള് ഒന്ന് ബാപ്പി വള്ളിപ്പറമ്പും OM കരുവാരെ കൊണ്ടാണ്. അപ്പൊ അതിന് ഞാൻ 2 പേരെയും കൊണ്ട് ഒരു 5 പാട്ടുകൾ എഴുതിക്കാന്നും പറഞ്ഞാൽ പ്ലാൻ ചെയ്തത്. അപ്പൊ ആദ്യം OM കരുവൊക്കെ എഴുതിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് അവിടെയുള്ള ഹോട്ടലിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പുള്ളി എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാപ്പു വള്ളിപ്പുറത്തേക്ക് പോയില്ല, ഫുള്ളായിട്ട് ഇത് എഴുതാനും പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങള് ഭയങ്കര കെമിസ്ട്രി ആയി. കുറെ പാട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടൂൺ പറയണ സമയത്തേക്ക് മനസ്സിലാവും, ടൂൺ ഇടാണ്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അതിൽ തന്നെ മിതായിൽ തന്നെ 4 പാട്ട് ടൂൺ ഇട്ടുള്ളൂ, ബാക്കി 5 പാട്ട് ടൂൺ ഇടായിട്ട് ചെയ്തിട്ടുള്ളതാണ്, വരികളിലിട്ട് കമ്പോസ് ചെയ്യുന്ന. അങ്ങനെ എല്ലാ വർക്കിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് പാട്ട് ടൂൺ ഇടും, ബാക്കി ലിറിക്സ് മേടിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത്. എല്ലാ പാട്ടും ടൂൺ ഇട്ടല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായ സംഭവമാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് മറ്റുള്ള ലിറിക്സ് റൈറ്റേഴ്സും ഒക്കെ ആയിട്ട്. പിന്നെ മാപ്പിളപ്പാട്ട് അല്ലാണ്ട് ക്രിസ്ത്യൻ സോങ്, ഹിന്ദു ഡിവോഷണൽ, ലവ് സോങ്, അങ്ങനെ കുറെ ആൽബം ഉണ്ട്. ഹിന്ദു ഡിവോഷണൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ഭക്തൻ, അയ്യപ്പ സോങ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ MC ഓഡീസിന് വേണ്ടിയിട്ട് തന്നെ ഒരു അയ്യപ്പ സോങ് ചെയ്തിട്ടുണ്ട്. അത് മധു ബാലകൃഷ്ണനാണ് പാടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗസൽ ടൈപ്പ് പാട്ടുകൾ. മാപ്പിള സോങ്ങിന്റെ ഉറവിടം എനിക്ക് തോന്നുന്നു മലബാർ സൈഡിൽ നിന്നാണല്ലേ. ഒരുപാട് സ്വീകാര്യത തേടിയിട്ടുള്ള ഒരു നാടാണ്. തീർച്ചയായിട്ടും ഫോക്കിന് ഒരു ഫോക്കും തമ്മിൽ മാപ്പിള സോങ്ങും തമ്മിൽ നല്ലൊരു ബന്ധം നന്നായിട്ടുണ്ട്. മാത്രമല്ല ഒരു തമിഴ് കൾച്ചറിന്റെ സാധനം കൂടി ഉണ്ട് മാപ്പിളയില്. അത് പല പാട്ടുകളൊക്കെ, ഒത്തിരി പാട്ടുകൾ തമിഴിന്റെ കൾച്ചർ കൂടി ഉണ്ട് അതില്.
മലബാർ ഭാഗത്തൊക്കെ അവിടുത്തെ ഒരു എന്താ പറയാ ഒരു എല്ലാ വീട്ടിലും കേൾക്കുന്ന മാപ്പിള പാട്ടുകളാണ് കൂടുതലും തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അതെ. പണ്ട് കാലത്ത് മാപ്പിളപ്പാട്ട് അതാണ് അവരുടെ ഫസ്റ്റ് ചോയ്സ് മാപ്പിള തന്നെയാണ്. കാരണം അത് മലബാറുകാരുടെ ഏറ്റവും ഫസ്റ്റ് ചോയ്സ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും സിനിമകളിൽ തന്നെ മാപ്പിളപ്പാട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഹിറ്റാകാനും അവരിപ്പോഴും അതിന് ഭയങ്കര സ്വീകാര്യതയാണ്. പാട്ടുകൾ സംസ്കാരം തന്നെയാണ്. അതങ്ങനെയാണ്. ഓരോ വീട്ടിലും എനിക്ക് തോന്നുന്നു എന്താ പറയാ ഫിലിം സോങ്സ് കേൾക്കുന്നില്ല. അതെ അതെ അതെ. ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ കൊച്ചി ബേസായി പോകൊണ്ടാണ്. മലബാറിലായിരുന്നെങ്കിൽ കുറെ കൂടി എനിക്കും സ്വീകാര്യത അവിടെ കിട്ടുമായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് നടക്കുന്നത് അവിടെയാണ്. ഏറ്റവും കൂടുതൽ പ്രോഗ്രാം അവിടെ നിന്ന് തന്നെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഒക്കെ ഇഷ്ടംപോലെ പരിപാടികൾ അവിടെ ഉണ്ട്. അപ്പൊ എന്നോട് അവിടെയുള്ള തന്നെ നമ്മളെ പഠിച്ച സിംഗേഴ്സ് ഒക്കെ പറയും ഒക്കെ ഈ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ഭാഗത്തായിരുന്നെങ്കിൽ ഒക്കെ നിന്ന് നേരം ഉണ്ടാവും. ഈ ഫോക്കിന്റെ ഒരു എലിമെന്റ് ഉള്ളതുകൊണ്ടാ തോന്നുന്നു ഇപ്പോഴത്തെ എന്താ പറയാ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സിംഗേഴ്സിന്റെ പാട്ടുകളിൽ എവിടെയോ ഒരു മാപ്പിള സോങ്ങിന്റെ ഒരു ആക്സെന്റ് ചില സിംഗേഴ്സിൽ കാണാൻ പറ്റും. അല്ല എനിക്ക് നമ്മൾ ഒരുപാട് സംഗീത ഇപ്പൊ തമിഴിൽ പോലും രാജാ സാറും റഹ്മാൻ ഒക്കെ ഒരുപാട് മാപ്പിളപ്പാട്ടിൽ നിന്ന് അവര് സ്വായത്തമാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒത്തിരി പാട്ടുകളുണ്ട് അങ്ങനെ. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു റാപ്പ് സ്റ്റൈല് മാപ്പിളയിൽ നിന്ന് കുറെ വെറൈറ്റി അതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പണ്ട് അതൊരു ട്രഡീഷണൽ സോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാകവി മൊയ്തുട്ടി. അല്ല പണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ എന്റെയൊക്കെ ഞാനൊക്കെ വരുന്ന സമയത്ത് ട്രഡീഷണൽ സ്ഥിരം ഒരേ ടൂണിൽ തന്നെ പുതിയ പുതിയ വരികൾ വെച്ചിട്ടാണ് വന്നിട്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് എന്റെ വരവും പിന്നെ മെഹബിൻ എന്ന് പറഞ്ഞ ആൽബമൊക്കെ ഇതിനൊരു മാറ്റം കുറിച്ച സാധനമാണ്. പുതിയ ഫ്രഷ് ടൂണില് മാപ്പിളപ്പാട്ട് കേൾക്കാനുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വരുന്ന 2000 മുതൽ ഇങ്ങോട്ടാണ്. വിദാദ് ഇറങ്ങി, മെഹബിൻ ഇറങ്ങി, പിന്നെ ഷാഫി, കൊല്ലം ഷാഫിയുടെ പാട്ടുകൾ, താജിമട, ഇങ്ങനെ പാട്ടുകളൊക്കെ ഒരു ട്രെൻഡ് പിന്നെ പുറകെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അല്ല മഹാകവി മൊയിൻകുട്ടിയുടെ വൈദ്യർ സാറിന്റെ ഒക്കെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ട്രഡീഷണൽ ടച്ച് അതില് തീർച്ചയായിട്ടും. പിന്നെ അതിന്ന് മാറിയിട്ടാണ് എനിക്ക് തോന്നുന്നത് കല്യാണ വീട്ടിലെ പാട്ടുകള്, പിന്നെ ഇടയ്ക്കൊക്കെ വിവാദമായി. അത് കുറച്ച് വേറെ കുറച്ച് വൾഗാരിറ്റിയിൽ പോകുന്നുണ്ടോന്നവരൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായി. മാപ്പിളപ്പാട്ടിന്റെ ശൈലിന്ന് മാറി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില പാട്ടുകളൊക്കെ അങ്ങനെ പിന്നെ വീണ്ടും ഒക്കെ മാറി. ഇപ്പോഴത്തെ കുറെ പുതിയ സ്റ്റാർസിനെയും എനിക്ക് തോന്നുന്നു തുടക്കം ഇക്കാന്റെ ആൽബം സോങ്ങിലൂടെയാണ്. തീർച്ചയായും മാപ്പിളപ്പാട്ടിലെ ആദ്യത്തെ ആൽബം മിതാദ് പാലിന്നല പുഞ്ചിരിന്നല പാട്ടിലൂടെയാണ്. ആസിഫ് അലിയുടെ ഫസ്റ്റ് പാട്ട് മലബാർ മുത്ത് എന്നുള്ളത് അദ്ദേഹം അഭിനയിച്ച ഫസ്റ്റ് വരുന്നത്. അതെ അതെ അതെ. അങ്ങനെ ആർക്കും അറിയില്ല തോന്നുന്നു. അതേപോലെ എന്താ പറയാ മമത മലയാളത്തിൽ ആദ്യം പഠിക്കുന്ന സ്റ്റാർസ് എന്ന് പറഞ്ഞ ആൽബം ചെയ്തായിരുന്നു. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും പുതുമയുള്ള ഒരു ആൽബം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പുതുമയുള്ള നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ എനിക്കിങ്ങനെ തോട്ട് വന്നപ്പോഴത്തേക്ക് മലയാള സിനിമയിൽ പാടുന്ന ഒത്തിരി സിംഗേഴ്സ് ഉണ്ട്. ഇപ്പൊ ലാലേട്ടൻ ഉൾപ്പെടെ ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു സജഷൻ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് നടക്കും, നമുക്ക് ശ്രമിക്കാന്ന് പറഞ്ഞു. പക്ഷെ 3 വർഷം കൊണ്ടാണ് ഈ കുറെ സിംഗേഴ്സിനെ പാടിച്ചെടുത്തത്. കാരണം എല്ലാരും തിരക്കുള്ളവരാണ്, ഇവരെ ടൈം കിട്ടണം. ഷാർട്ട് ടൈം നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് അവർക്ക് എവിടെയെങ്കിലും അത്യാവശ്യം ഷൂട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും, പുതിയൊരു വർക്ക് വരെ കമ്മിറ്റ്മെന്റ് ഒക്കെ ആവും. അങ്ങനെ 3 വർഷം കൊണ്ട് തീർത്തിട്ടാണ് അത് സുരേഷ് ഗോപി, മമത, പ്രവീണ, അശോകൻ, സിദ്ദീഖ്, ജഗദീഷ് അവർക്ക് പാടിച്ചിട്ട് ഇതിന് പാടിയിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ആൽബം ആദ്യമായിട്ടാണ് ഫിലിം സ്റ്റാർ കൊണ്ട് മാത്രം പാടിച്ചിട്ടൊരു ആൽബം. അത് അത്യാവശ്യം നല്ല പ്രതീക്ഷിക്കുന്നില്ല. അത് കൈരളി ഡൂ പ്രോസലൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത ആൽബം. ഞാൻ പുറത്ത് എന്റെ പാട്ടോട് ചെയ്തിട്ടില്ല. ഞാൻ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പാട്ടിനൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്റെ ഒരു വേറെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് പാട്ട് ചെയ്യുക പിന്നെ പുറകോട്ട് മാറിയിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള പ്രൊമോഷൻ കാര്യമൊന്നും ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇല്ല. അന്ന് ഇന്നും അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഫുൾ ടൈം എൻഗേജ് ആണെന്നാണ് ആഗ്രഹം. പക്ഷെ അതിനൊരു കാരണം എന്റെ ഈ ഒരു സ്വഭാവം തന്നെ. കാരണം എന്നെ അറിയില്ല, എന്റെ നമ്പർ അറിയില്ല, ഇങ്ങനെ സംഭവം അറിയില്ല. പാട്ടുകൾ അറിയാം. അതിപ്പോ പലരും എന്റെ ഫാമിലിയിൽ തന്നെ പലർക്കും അറിയില്ല ഞാൻ ഈ പാട്ട് ഞാനെഴുതുന്നു. എന്റെ പല സുഹൃത്തുക്കൾക്ക് അറിയില്ല ഞാനാണ് ഈ പാട്ടുകളൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തേക്ക് ഒരുപാട് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ ആൾക്കാർ അറിയുന്നത്. അതെ അതെ. പണ്ട് പിന്നെ അത് അത്രയും അറിയാൻ സാധ്യത കുറവാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ പാട്ടാണ് ഇപ്പോഴും ഫേമസ് ആവുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും അതെ സത്യം.
വെക്കുന്നോണ്ടാണ്. പിന്നെ ട്രെൻഡ് ആയിരുന്നു. സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരു കോളൊക്കെ എങ്ങനെയായിരുന്നു? സിനിമയിൽ ഫസ്റ്റ് ഒരു നാട്യവിശേഷം വീട്ടുവിശേഷം പറഞ്ഞിട്ടൊരു മോഹൻ ബാല ഡയറക്റ്റ് ചെയ്യപ്പെടും. അത് ജഗദീഷ് നാദിർഷയൊക്കെ ആയിട്ടുള്ളതാണ്. അത് ഞങ്ങൾ ഫസ്റ്റ് സിജു തുറവൂരുമായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ പാട്ടും ചെയ്തത്. അതിനുശേഷം പിന്നെ റിലീസായിട്ടുള്ള ഫസ്റ്റ് പടം മൊഹബത്ത. അത് മിരായ സിമുന്നൊക്കെ ഇട്ടാൽ അത് എസ് ബാലകൃഷ്ണൻ ഉണ്ട് 2 പാട്ട്, അദ്ദേഹം 4 പാട്ട്, ഞാൻ 2 പാട്ട് ചെയ്തു. അതും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. ആ പാട്ട് ഏതാണെന്ന്? ചന്തം തികഞ്ഞൊരു പെണ്ണിവള് മെയ്യഴക്, ചന്തം തികഞ്ഞൊരു പെണ്ണിവള് ചന്ദനം തോൽക്കണം മെയ്യഴക്, ഇവളൊന്നു ചിരിച്ചാൽ അങ്ങനെ ലിറിക്സും ഒക്കെ അങ്ങനത്തെ പാട്ട്. അത് നന്നായിട്ട് ഇപ്പോൾ പോകേണ്ടത്, അത് എല്ലാവരും കേൾക്കുന്ന ഒരു പാട്ടാണ്. പെണ്ണുങ്ങളുടെ സൗന്ദര്യം ഒരുപാട് എന്താ പറയാ മാപ്പിള പാട്ടുകളോട് ഇങ്ങനെ മുൻനിർത്തി. അതെ, സന്തോഷ് വർമ്മയാണ് പാട്ട് എഴുതിയത്. സന്തോഷ് വർമ്മ എഴുതാനാണ്. പിന്നെ തമിഴില് തമിഴിലെ മാലെ 6 മണി കാലെ 6 മണി കക്കരവ് സബിതാനന്ദ് അവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള പാട്ടുണ്ട്. അതില് 3 പാട്ടുണ്ടായിരുന്നു. അതിൽ വാടാ വാടാ പയ്യ എന്ന് പറഞ്ഞ അനിതയൊക്കെ പാടിയൊരു പാട്ടുണ്ട്. അത് ലിറിക്സ് ആയാലും തമിഴിലുള്ള ആള് തന്നെ എഴുതി. തമിഴ് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ആരുടെ പാട്ടാ കൂടുതലും കേൾക്കാറ്? തമിഴില് എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാല് അത് ഇളയരാജ സാറാണ്. അത് ഞാൻ ഏറ്റവും ഫസ്റ്റ് ആരാധിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം നമ്മുടെ മാനസഗുരുവാണ്. പക്ഷെ എല്ലാ പാട്ടും ഞാൻ കേൾക്കും. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പാട്ടിനോട് പ്രത്യേക ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാല് നമ്മളിപ്പോ പാട്ടിലും അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രേഷനിലൊക്കെ വരുന്ന ഓരോ അണുവിലും നമ്മളെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഇളയരാജ സാറാണ്, സെലിൽ ചൗധരി, എല്ലാം വിസിറ്ററുണ്ട്, മാഷ്, ജോൺസൺ മാഷ്. പെട്ടെന്ന് പറഞ്ഞു രാജ സാറിന്റെ ഏത് പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? അദ്ദേഹത്തിന്റെ തിങ്ങി നീക്കിയ ഒരുപാട് പാട്ടുണ്ട്. അത് ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വരും, ഇങ്ങനെ നമ്മളെ വെള്ളത്തേക്ക് ഷഫിൾ ചെയ്ത് നിൽക്കണം മനസ്സിൽ. ഇഷ്ടംപോലെ പാട്ടുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അദ്ദേഹത്തിന്റെ പാട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരും പാട്ടും കേൾക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിന്റെ ആണ്. അതിപ്പോ എല്ലാവരും അദ്ദേഹത്തിനാണല്ലോ ഒരു മോഡലായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും പാൽനില പുഞ്ചിരിയുടെ ഒരു 4 വരി കേട്ടാലോ? പിന്നെ പാടാലോ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ ടണ്ടൻ 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 പോരിഷ ഏറിടും ത്വാഹദൻ കൺമണി പൂരിതാനൂറ് പൂമകൾ ഫാത്തിമ പാരിലെ നാരിമാർ ആകയിൽ മാതൃക പാരിലെ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൽ ഹാഷിൻ പൂവിതൽ ഫാത്തിമ ടണ്ടൻ 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 ടണ്ടൻ. ഈ സാധനം സിഗ്നേച്ചർ അതാണ്. ടണ്ടൻ ടണ്ടൻ ടണ്ടൻ. ചിലര് പറയും ഈ പാട്ടിനേക്കാളും ആ സിഗ്നേച്ചർ ഇടയ്ക്ക് വരുന്ന ഒരു മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ അന്ന് പാട്ട് ശരിക്കും ഇനി പാട്ടിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഒരുപാട് പാട്ടുകൾ പാടണം എന്നാണ് പറയണത്. സ്വന്തമായിട്ട് ചെയ്യണ പാട്ട് പാടാം, അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് സിംഗേഴ്സ് അതിനുള്ള ചാൻസ് ഇല്ല. നമ്മൾ തന്നെ പാട്ട് നമുക്ക് വേണം പാടാം. സൗണ്ട് നല്ല അത്യാവശ്യം പാടിയിട്ടുണ്ട്. പാട്ടുകൾ ഒരു അറബി സോങ് പാടിയിട്ടുണ്ട്. രണ്ടുപേരും പാടാം. ജഅൽ മിലാദു ജഅൽ ഹബീബു ജഅൽ അന്തു ജഅൽ അന്തു ജഅൽ മിലാദു ജഅൽ ഹബീബു ജഅൽ ഹംദു ജഅൽ അന്തു ജഅൽ ഹംദു സല്ലി അലാ നാരന അല്ലാഹ് നനദ നാരന അല്ലാഹ് സല്ലി അലാ നാരന അൽഹംദു ജഅൽ മിലാദു ജഅൽ ഹബീബു ജഅൽ ഹംദു ജഅൽ ഹംദു ജഅൽ ഹബീബു. ഇതില് വേർഡ്സിൽ ചെറിയ സംഭവം പെട്ടെന്ന് ഒത്തിരി. ഓക്കെ, ഇതാണ് അതിന്റെ പാട്ട് ടൂൺ. ഈ എന്താ പറയാ റിയാലിറ്റി ഷോനുണ്ടല്ലോ, നമ്മളിപ്പോ പട്ടുറുമാല് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് മൈലാഞ്ചി ആണ് തോന്നുന്നു റിയാലിറ്റി ഷോസ്. അതെ അതെ അതെ. ഇപ്പൊ ഷോസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊരു ഇക്കൊക്കെ എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? നിറയെ വരുന്ന ഒരു ഗ്യാപ്പ് ഇട്ട് വന്ന പിന്നെ ആൾക്കാരുണ്ടാവും. നിറയെ എല്ലാ ചാനലും ഒത്തിരി ചാനലില്ലേ. അപ്പൊ ഇതിങ്ങനെ കുറെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരി മടുക്കും. പക്ഷെ വീണ്ടും അത് പറയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് വന്നാലുണ്ടാവും. കാരണം ഈ റിയാലിറ്റി ഷോയില് പറയാറുണ്ട് നമ്മുടെ മാപ്പിള പാട്ടുകൾ പാടുമ്പോ തന്നെ അതിന്റെ വേർഡിങ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. അത് കറക്റ്റ് ആയിട്ട് അത് പ്രൊണൗൺസിയേഷൻ ഒക്കെ അതെ 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 അതെ. അത് മാർക്കോസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട്
അത് നമ്മളൊക്കെ തിരുത്തും. ലത്തീഫ അങ്ങനെ ഇങ്ങനെയല്ലാതൊക്കെ ചോദിക്കും. നമ്മളെ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കൂല. ഇപ്പൊ കൽബ് എന്ന് പറയണം, നമ്മൾ കൽബ് എന്ന് പറഞ്ഞാൽ പട്ടിന്നാണ്, കൽബ് എന്ന് പറഞ്ഞ ഹൃദയമാണ്. അപ്പൊ അദ്ദേഹം പറയും ലത്തീഫ കൽബ് അതേ മർക്കസട്ട എങ്ങനെയാണ്. അതെ അതെ വളരെ പുള്ളിക്കറിയാ ഈ അറബി ഉച്ചാരണം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അദ്ദേഹം. അറബിക്ക് ആ ഒരു സോങ് മാത്രമായിരുന്നു കമ്പോസ് ചെയ്തത്. വേറൊരു പാട്ട് കൂടെ ഉണ്ടായിരുന്നു, അത് അഫ്സല പാടിയ. അത് ചേലത്തെ മാമ്പഴം എന്ന് പറഞ്ഞൊരു ആൽബമായിരുന്നു. അതിൽ അഫ്സലാണ് അറബി പാട്ട് പാടിയത്. അത് ഓർക്കുന്നുണ്ടോ? അതിന്റെ ലിറിക്സ് പെട്ടെന്ന് ഓർമ്മയില്ല, അതിന്റെ ടൂണിങ്ങനെ അൽബ അൽബ ബൽബഹ ബൽബിൽ നന്ദനൽബഹ വല്ലൽ അന്ദിൻ ഇന്നഹ താനന്ദനിദന്ദഹ ദിന്നൽ തേല ചിന്തൽ ചിന്ത ചിന്തല്ല തായനന്ദ വൽബ അൽബ അൽബ. പറഞ്ഞിരുന്ന വരികളൊക്കെ നോക്കി വന്നതന്നെയായിരുന്നു. ആ സ്റ്റൈലുള്ള പാട്ടാ അത്. ഒരു പാർട്ടി നന്നായിട്ട് പാടിയൊരു പാട്ട്. അതെ അതെ അതെ, ഫോക്കിന്റെ എലിമെന്റ് ഉള്ളതുകൊണ്ടാ തോന്നുന്നു ഇതിനൊക്കെ ഭയങ്കര ഒരു റിതമിക്കാണ് എല്ലാ പാട്ടും. ഈ അഫ്സലും ശ്വേതയും കൂടി ഒരു പാട്ട് പാടിയുണ്ട്, ഒരു സോറി മറ്റേ അരകൊത്തമ്മേനല്. അത് ഭയങ്കര റീച്ച് ആയിട്ടുള്ളതാണ്. അത് നമ്മളെ ബെസ്റ്റ് ആൽബത്തിന് G20 അവാർഡായി കിട്ടിയതാണ്. അതിലാണ് സരയും ഗോകുലനും കൂടി ഇപ്പോഴത്തെ വലിയ ആർട്ടിസ്റ്റുകളാണ്. അവരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നല്ലൊരു ആൽബം. അത് ഫസ്റ്റ് മാപ്പിളപ്പാട്ടിൽ ശ്വേത പാടുന്ന പാട്ടാണ്. ശ്വേത വന്നതിന് ശേഷം മാപ്പിളപ്പാട്ടിൽ ആദ്യം ശ്വേത പാടുന്ന പാട്ടാണ്. അഫ്സലും കൂടി ഒരു ഡ്യൂറ്റ് സോങ് ആണ്. അത് നന്നായിട്ട് റീച്ച് ആയിട്ടുള്ള പാട്ടാണ്. മുഹബത്തിൻ മുന്തിരി തേഞ്ചൊരിയാനായി നിന്നിടും സുൽത്താനെ എന്ന് വരും സുൽത്താനെ, മുഹബത്തിൻ മുന്തിരി നിന്നിടും സുൽത്താനെ എന്നോളെ അടിയറ അറിയണ നാളണയുമ്പോൾ നരനൊരിയുന്ന നാളണയുമ്പോൾ അതിനായി തേടിടാ മുഹബത്തിൻ മുന്തിരി തേന്നുകരാനായി നിന്നിടും താനെ രാധിക തിലകിന്റെ പാട്ട് മാർക്കോസിന്റെ ഡ്യൂറ്റ് ഭയങ്കര ഹിറ്റാണ്. അത് രണ്ടാമത്തെ നമ്മുടെ യിസു സീരീസിന്റെ രണ്ടാമത്തെ അസറമുല്ലപ്പൂ എന്ന് പറഞ്ഞ പാട്ടാണ്. നല്ല പാട്ടാണ്, ഭയങ്കര അതിന് ഭയങ്കര റിച്ച് ആയിട്ടുള്ള പാട്ടായിരുന്നു അത്. അതൊരു എന്താ പറയാ, ഒരു ദർബാർ സോങ്. അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ഒരു ഗ്രൂപ്പില് ഇപ്പുറത്ത് ലേഡീസ് ഇപ്പുറത്ത് മേലെ നിന്നിട്ട് പാടുന്ന ഒരു ദർബാർ സോങ് പോലെയല്ലേ, ആ ഒരു സ്റ്റൈല് പാട്ടായിരുന്നു. നന്നായിട്ട് പോയതാണ്. അതൊരു 4 വരി നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട്. ഓക്കെ. അസർമുല്ലപ്പൂവേ അഴകിൻ നിലാവേ ഇതാ നിന്റെ ഭൂവി വരുന്നൂറി, ഇതാ നിന്റെ തോഴൻ വരുന്നൂറി. അസർമുല്ലപ്പൂവേ അഴകിൻ നിലാവേ ഇതാ നിന്റെ തോഴൻ വരുന്നൂറി, ഇതാ നിന്റെ മാരൻ വരുന്നൂറി. അഞ്ചും മൊഞ്ചും പുഞ്ചിരി കണ്ട് തഞ്ചം നോക്കി നിന്നിതമാരൻ, അഞ്ചും മൊഞ്ചും നിന്നിതമാരൻ നന്ദം നോക്കി നിന്നിതമാരൻ. അസർമുല്ലപ്പൂവേ അഴകിൻ നിലാവേ ഇതാ നിന്റെ തോഴൻ ഇരുന്നത്തൂറി, ഇതാ നിന്റെ തോഴൻ ഇരുന്നത്തൂറി. ഇതൊക്കെ ഒരു എന്താ പറയാ, എത്ര കേട്ടാലും മതിയാവാത്ത ഒരു നമ്മുടെ മൂഡിനെ തന്നെ സത്യം പറഞ്ഞാൽ മാറ്റൂലേ. പെട്ടെന്ന് ഇങ്ങനെ സമയത്ത് തുടർച്ചയായിട്ട് അങ്ങനെ കുറെ ഹിറ്റുകൾ ഇസൂസിന്റെ വരുന്നുണ്ടായിരുന്നു. വിഷ്വലും കൂടി ഉള്ളുണ്ട്. വിഷ്വല് പെട്ടെന്ന് ഇമ്പാക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാല് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് റീച്ച് ആവുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒന്നുകൂടി അതിന് ഇപ്പം കവർ സോങ്സ് ആയിട്ടും പല പാട്ടുകളും കവർ സോങ്സ് ആകുമ്പോൾ ഒന്നും കൂടെ കേൾക്കാൻ ഒരു പ്രത്യേക തീർച്ചയായിട്ടും വളരെ സുഖമുണ്ട്. ഇപ്പൊ പല പാട്ടുകളും നമ്മളിപ്പോ ഒത്തിരി പാട്ടുകൾ ഇപ്പൊ ജോൺസൺ മാഷിന്റെ ഒരു മന്ദാരച്ചെപ്പുണ്ടോ അത് വളരെ വ്യക്തവും മികച്ച കമ്പോസിങ്. പക്ഷെ ആ കവർ സോങ് വരുമ്പോൾ അതിലും മികച്ചതായിട്ടാ തോന്നുന്നത്.
ചില പാട്ടുകൾ ചില ബോറായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല ഒത്തിരി പാട്ടുകൾ കവർ സോങ് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഫീൽ ഒരു അൺപ്ലഗിലൊക്കെ പാടുന്ന അങ്ങനെയൊക്കെ നല്ല രസമായിട്ടുണ്ടാവുമല്ലോ. വൈഫിന് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാണ് മിക്കയുടെ കമ്പോസ് ചെയ്തതില്? അങ്ങനെ ഒരു പാട്ടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മിക്കവാറും പാട്ടുകളൊക്കെ ഇഷ്ടമെന്ന് പറയും. ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് പറയും ഇത് മറ്റേന്റെ ചായണ്ടെന്നൊക്കെ പറയും. അപ്പൊ അത് നമ്മൾ അവിടെ വെച്ച് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ മാറിയിട്ട് അല്ലെങ്കിൽ ശരിയാണല്ലോ മാറ്റിയേക്കാം, അല്ല അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മളങ്ങനെ സമ്മതിച്ചു കൊടുക്കുക, നിനക്ക് തോന്നണ എനിക്ക് അങ്ങനെ തോന്നണം എന്താ പറയാ. അപ്പൊ നമ്മൾ ഒന്നും ശരിയാണ് എവിടെ ഇവിടെ ടച്ച് ഉണ്ട്, അങ്ങനെ അത് പാട്ട് മാറ്റും. മ്യൂസിക്കിൽ നല്ല വിവരമുള്ള ആ പാട്ടുകളെ ഞാൻ പറഞ്ഞു, എല്ലാവരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതൊക്കെ പറയും, അത് പറയും. മോളും ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ. മോള് പാട്ട് പാടുവോ? എല്ലാരും പാടും, പക്ഷെ ഇതിലേക്ക് ആരും വന്നിട്ടില്ല. എല്ലാവരും മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ? മോന് ഇൻസ്ട്രുമെന്റ് പഠിച്ച്, മോള് കുറച്ച് നാള് ഹിന്ദുസ്ഥാനിയൊക്കെ അങ്ങനെ കുറച്ചങ്ങനെ ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്ക്. പിന്നെ ഈ പഠിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും അങ്ങനെ പാട്ട് പാടണം അങ്ങനെ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും മോൾക്ക് ഇങ്ങനെ സിനിമയിൽ പാടണം അല്ലെങ്കിൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത്ര ഭയങ്കരമായിട്ട് പാടുമെന്നല്ല, അത്യാവശ്യം പാടും. പാട്ടല്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരുടെ കൂടെ, കാരണം എന്ന് വെച്ചാൽ ചെമ്മീൻ പീലിംഗ് കമ്പനി നടത്തുന്നതാണ് ജ്യേഷ്ഠന്മാരുടെ കൂടെ. ഞാൻ കൂടി അതിന്റെ കൂടെ അങ്ങനെ പോകും, ഒരു ബിസിനസ്സുമായിട്ട് അങ്ങനെ പോകും. അതായിരുന്നു. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാമിലിയില് ഇങ്ങനെ വന്ന് ഭയങ്കര അത്ഭുതം വരുന്നത്. കാരണം നമ്മള് ചെറുപ്പത്തിൽ ഇതിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നതും പഠിക്കാൻ പോകുന്ന മ്യൂസിക് പഠിക്കാൻ പോകുന്ന ആരെ അറിയിക്കാണ്ടാണ്. ഇപ്പൊ നമ്മള് ഈ പ്രഭാകർ ഭാഷയുടെ അടുത്ത് കർണാട്ടിക് പഠിക്കാൻ പോകുമ്പോൾ ബുക്കൊക്കെ അകത്തൊക്കെ വെച്ചിട്ട് ആരും കാണാണ്ടാ പോകുന്നത്. പ്രാക്ടീസ് ചെയ്യണ വീടിന്റെ മുകളിൽ പോയിരുന്നിട്ട് രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടുമ്പോഴത്തേക്ക് ഒച്ച കേട്ട് ഓടി വരും. ഓടിട്ട് കറിയും ഉറക്കെ തുറന്ന് പാടി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും. അപ്പം ആരും കേൾക്കാൻ മോളിൽ പോകണം, പക്ഷെ മോളിൽ ശബ്ദം താഴ്ത്തി വെക്കും. ആർക്കിപ്പോ എന്താ കാണിക്കണം എന്നൊക്കെ മറ്റു പാടും. മുറി അടച്ചിട്ടിരിക്കും, അങ്ങനെയൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയാണ്ട് പോണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വീട്ടുകാരൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ സുഹൃത്തുക്കൾക്ക് ചിലവരൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു ഗോവിന്ദൻ ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ ഒരു വെല്ലുവിഷായിരുന്നു. പുള്ളി എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പിന്നെ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ അവർ തമാശയായിട്ട് കണ്ടുള്ളൂ, അതുകൊണ്ട് അവർക്ക് അറിയില്ല. പിന്നീട് അവർ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര കഴിവൊന്നും അറിയില്ലായിരുന്നു കേട്ടോ, സോറി എന്ന് പറഞ്ഞു, അതൊക്കെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, അന്നത്തെ കാലഘട്ടം അങ്ങനെ. എന്നാണെങ്കിലും അമ്മമാര് വിട്ടാ കൂടി പിള്ളേര് ഇങ്ങനെ ഉന്തി അതെ 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 അതെ. ഇതിപ്പോ അതിനൊക്കെ എല്ലാവർക്കും അതിനുള്ള വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കുരുന്നിലേ ചെയ്യുന്നുണ്ട്. അതെ അതെ. അത് കാരണം ഇപ്പൊ പ്രതിഭകളുടെ പഞ്ഞില്ലല്ലോ, എല്ലാത്തിലും പ്രതിഭകളാണ്. ഇപ്പൊ ആയിരക്കണക്കിന് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, പാട്ടുകാര് 10,000 കണക്കിനുണ്ട്, എല്ലാ ആക്ടേഴ്സ് എന്തിനും അല്ലേ. നമുക്കിപ്പോ കലാകാരന്മാർക്കൊന്നും പഞ്ഞില്ല, എല്ലാവരും സെലിബ്രിറ്റികളാ. ഒരു വീട്ടില് എല്ലാവരും സെലിബ്രിറ്റികളുണ്ട് ഇപ്പൊ. സോഷ്യൽ മീഡിയയിലേക്ക് അതിന് വലിയൊരു എന്താ പറയാ പ്രിയോറിറ്റി തന്നെ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല റീച്ച്. വീട്ടിൽ അടുക്കളയിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും അല്ലെ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കാണെങ്കിലും അല്ലെ, ഏതെല്ലാവർക്കും ഒന്ന് സ്പേസ് ഉണ്ടെന്ന്. മറ്റത് എത്ര ശ്രമിച്ചാലും കയറാൻ പറ്റില്ല, കാരണം അവിടെ വന്നിരിക്കുന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ടവർക്ക് മാത്രം വരുന്ന സംഭവം. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് രംഗത്ത് ഉണ്ടോണെങ്കിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു സാധനം അവിടെ ഉണ്ടാവും എനിക്ക് എപ്പോഴും തോന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുത്തോണ്ടാവും. അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് എനിക്കൊരു പ്രൊമോഷൻ. അപ്പോൾ ശരിക്കും ആ സമയത്ത് നിമിത്തം പോലെ ഈസ്റ്റ് കോസ്റ്റ് വന്നു, ഒരു ഫസ്റ്റ് ആൽബം ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു പാട്ടിന്റെ ലേബലില് നമുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ വരുന്ന സമയത്തൊക്കെ ലൈവാണ്, അത് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. ഒരേ സമയത്ത് എല്ലാവരും ഒന്നിച്ചിരുത്തി ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സൽ എടുത്ത് അങ്ങനെ പോകണ സമയം. പിന്നെ അതിനുശേഷം വന്ന ഒരു 4-5 വർഷപ്പോഴത്തേക്ക് പിന്നെ മാറി ഡിജിറ്റലേക്ക് എല്ലാ സ്റ്റുഡിയോയിലും കമ്പ്യൂട്ടർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പിന്നെ കുറച്ച് എളുപ്പമായി, നമുക്ക് സൗകര്യമുള്ള സമയത്ത് വന്നിട്ട് അവർക്ക് പാടാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വായിക്കാം, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. ഇപ്പൊ പാട്ട് പാടുന്നവർക്കും പണി കുറവാണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് അത് ഫുള്ള് പാടി ഓരോ സ്ഥലത്തും കറക്റ്റ് ചെയ്യണമെന്ന് വേണ്ട, എന്ന് ആ ഒരേ റിപ്പീറ്റ് ചെയ്യുന്ന ലിറിക്സ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്ത് പഠിച്ചിട്ട് അവർ തന്നെ പറയാം, അത് എടുത്ത് അവർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ കുറച്ച് ശ്രുതി കുറഞ്ഞാൽ പോലും പ്രശ്നമില്ല എന്ന്, കാരണം മെലഡി എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളതുകൊണ്ട് അതും കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. സ്റ്റുഡിയോയിൽ ഓട്ടോ ടൂൺ ഉണ്ട്, അപ്പൊ കുറെ എളുപ്പമാണ്. ടെക്നോളജി നേരെ സുഖമാണ്. മാത്രമല്ല ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഹോം സ്റ്റുഡിയോ ഉണ്ട്, പാട്ടുകാരിലുണ്ട്, പ്രോഗ്രാമേഴ്സിന്റെ ഉണ്ട്. മിക്കവാറും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരുടെയൊക്കെ ഇപ്പൊ ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പാണ്.
അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയക്കുക. ഒരുപാട് സന്തോഷം, ഇത്രയും തിരക്കിന്റെ ഇടയിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിലും ഒരുപാട് സന്തോഷം. ഇനി ഇവിടെ അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പാട്ടുകളും കമ്പോസിങ്ങും പാട്ട് പാടാനുള്ള പാട്ടുകൾ പാടാൻ നമുക്ക് ശ്രമിക്കാം. കേൾക്കാനുള്ള ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ശ്രീ മീനാക്ഷി തന്നത്. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ പാട്ടുകളൊക്കെ ചോദിച്ചു. അങ്ങനത്തെ ഒരു എനിക്ക് ആദ്യത്തെ അനുഭവം വരുന്ന അത് സംഭവം. അത് വളരെ എൻജോയ് ചെയ്തു ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം തന്ന MC ഡീറ്റെയിലിനും ആങ്കർ ചെയ്ത മീനാക്ഷിക്കും അതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.